ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ 6-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണം. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. കഴിഞ്ഞ ദിവസം എവിടെ നിർത്തി അതിനും മുകളിലേക്കുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചവരെ തിരുവോണം നാളിൽ ഉച്ചവരെയുള്ള കളക്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിത്തിരിച്ചു പോകും. ഒരുപക്ഷെ ചില സിനിമകളുടെയൊക്കെ എമ്പുരാൻ പോലെയുള്ള വമ്പൻ സിനിമകളുടെയൊക്കെ റേഞ്ചിന് മുകളിലേക്ക് ഈ സിനിമ പോകുന്നു എന്നുള്ളതാണ്. അതായത് ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് ഉദ്ദേശിച്ചത്. ഏകദേശം 250-300 കോടി മുടക്കി വന്ന ചിത്രത്തിനെ ഒരു 30 കോടി ചിത്രം വെല്ലുവിളിച്ച് കയറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ 6 കോടി ട്രാക്ഡ് കളക്ഷൻ തന്നെ വന്നിരിക്കുന്നു. അതായത് സിനിമ ഇന്ന് 8.5-9 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ ആയിരിക്കുമെന്നുള്ളതാണ് ഉറപ്പാക്കപ്പെടുന്നത്. ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ 365K, അതായത് 3,65,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഈ സിനിമയുടെ ഞായറാഴ്ച അല്ലെങ്കിൽ ഇന്നലത്തെയൊക്കെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറഞ്ഞാൽ 4,30,000 ആയിരുന്നു, അല്ലെങ്കിൽ 4,20,000 റേഞ്ചിലായിരുന്നെങ്കിൽ ഇന്നത് 5 ലക്ഷത്തിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള ഒരു പ്രതീകമാണ് ഉച്ചയ്ക്ക് ഉണ്ടാകുന്നത്. 75% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ ഇതിനോടകം തന്നെ നമുക്ക് 500-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. എന്താണെങ്കിലും ഭീകര കളക്ഷനാണ്. ഇനിയും ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിനകത്തിൽ നമുക്ക് ട്രാക്കേഴ്സിൻ്റെ കണക്കുകൾ പലതും നമുക്ക് അത്ര സുഖമായി തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, അതായത് ട്രാക്കേഴ്സ് പല രീതിയിലുള്ള കണക്കുകളാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും അതൊക്കെ മതി. എന്നാലും നമ്മളിവിടെ 100 കോടി കടന്ന് അതിൻ്റെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ട്രാക്കേഴ്സ് ഇന്ന് കഴിഞ്ഞ ദിവസം 6,54,00,000 രൂപ നേടിയപ്പോൾ സിനിമയ്ക്ക് നൽകിയത് 7,17,00,000 രൂപയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ദിവസം 6,88,00,000 രൂപ ട്രാക്ഡ് കളക്ഷൻ വന്നപ്പോൾ 7,47,00,000 രൂപയായിരുന്നു. ഇന്നലെ 7,36,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നത്. അപ്പോൾ വന്നിരിക്കുന്ന കണക്കുകൾ കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോവുകയാണ്. വേറെ ഒന്നുമല്ല, 8,02,00,000 രൂപ. സാധാരണ ട്രാക്കിങ്ങിൻ്റെ പരിപാടിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു 8.5 കോടിക്ക് മുകളിൽ പോകേണ്ടതാണ്. എന്നാലും ട്രാക്കേഴ്സ് പറയുന്ന ആ ഒരു കണക്കിലേക്ക് തന്നെ നമ്മൾ നിൽക്കാം. ഇന്ത്യ ടോട്ടലായിട്ട് 9,42,00,000 രൂപയാണ് വന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ 8,02,00,000 രൂപ വന്നു എന്ന് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. കർണാടകത്തിൽ നിന്ന് 53,00,000 രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 29,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 27,00,000 രൂപ. അങ്ങനെ സിനിമ 5 ദിനങ്ങൾ കൊണ്ട് 100 കോടി കടന്നു. 5-ാം ദിവസം കഴിയുമ്പോൾ പ്രീസെയിൽ വന്നത് 5,50,00,000 രൂപയോളമായിരുന്നു എന്നുള്ളതാണ്. അതുകൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് 100 കോടി കടന്നു. ഇന്നത്തെ ഫൈനലായി പ്രതീക്ഷിക്കുന്ന 115 കോടിയോളമാണ്. എന്തായാലും അതിവേഗ 100 കോടിയും കടന്ന് 200 കോടിയിലേക്ക് കുതിക്കുകയാണ്. ഈ ശനി ഞായറോടെ 150-170 റേഞ്ചിലേക്ക് ഈ ഒരു സിനിമ എത്തുമെന്നുള്ളതാണ്. കാരണം ഇനി വരുന്നതെല്ലാം അവധി ദിനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും. അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായറിൽ ഈ 4 ദിവസം കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു അടുത്ത ഒരു 70 കോടി സിനിമ എത്തുമെന്നുള്ളത്. ആ റേഞ്ചിലേക്ക് എത്തട്ടെ വേൾഡ് വൈഡായിട്ട്. ശനി ഞായറും തീ കത്തിക്കലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. ഒരുപക്ഷെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി നേടുന്ന ആദ്യ ചിത്രമായിരിക്കും ഈ ദിനം. ഹേറ്റേഴ്സ് ഇല്ലാത്ത നടൻ്റെ താണ്ഡവമാണ് ബോക്സ് ഓഫീസിൽ കാണുന്നത്. തള്ളുകണക്കുകളല്ലാത്ത ജെനുവിനായിട്ടുള്ള ഒരു കണക്കുകൾ എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ട്രാക്കേഴ്സ് പോലും കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കൂടിക്കൊണ്ടിരിക്കുന്നു കളക്ഷൻ. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.